അപ്പം ഒറ്റപ്പെടലിന്റെ അനുഭവം ഒക്കെ വരുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോണം, മരുഭൂമിയാണ്. ഈ മരുഭൂമിയിൽ കർത്താവിന് നിങ്ങളെ ഒറ്റയ്ക്ക് വേണം. അതുകൊണ്ടാണ് യാക്കോബ് ഉള്ള തട്ടിപ്പ് മുഴുവൻ കാണിച്ചെങ്കിലും സ്വർഗത്തിന് മനസ്സിലായി ഈ രീതി പോയാൽ ഇവൻ ശരിയാകത്തില്ല. അതിനെല്ലാരെയും അകറ്റിയിട്ട് യാബോക്കിന്റെ കടവിൽ കൊണ്ടുവന്നൊരു തൊടല് തൊട്ടു. ആ തൊട്ടപ്പം ഉണ്ടല്ലോ, അവന്റെ ജീവിതം മാറി. നമുക്കറിയാം, മോശയുണ്ടല്ലോ, മിട്ടുമിടുക്കനായിരുന്നു. കർത്താവിന് മിടുമിടുക്കന്മാരെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് മിസ്രൈമിൽ നിന്ന് ഓടിച്ചിട്ട് മിദ്യാനില് മരുഭൂമി കൊണ്ടുപോയിട്ട് ഒറ്റയ്ക്കൊന്ന് സംസാരിച്ചു. പക്ഷെ തിരിച്ചു വന്നത് സാധാരണ മോശയായിട്ടല്ല, നിയോഗം പ്രാപിച്ചവനായിട്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പത്മോസിന്റെ ഏകാന്തതയില് യോഹന്നാൻ അകപ്പെട്ടപ്പോൾ ഒറ്റയ്ക്ക. അപ്പനില്ല, അമ്മയില്ല, ഭാര്യയില്ല, ചേട്ടനില്ല, ചേച്ചിയില്ല. പക്ഷെ പത്മോസിന്റെ ഏകാന്തതയിൽ കടക്കുമ്പോ യോഹന്നാനോട് ദൈവാത്മാവ് സംസാരിച്ചു. അതാ വെളിപ്പാട് പുസ്തകം. ഇന്ന് രാത്രിയിൽ ഒറ്റയ്ക്ക എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുകയാണ്, ദൈവം അറിഞ്ഞുകൊണ്ട് നിന്നെ മരുഭൂമിയിലാക്കാനാ, തകർക്കാനല്ല, പണിതെടുക്കാനാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രതികരിക്കട്ടെ.